എങ്ങനെയാണ് ഒരു പ്രതീക്ഷ UDF-ന്റെ ഒരു അവസാനം? അല്ല, ഞങ്ങൾക്ക് അതിനകത്ത് പ്രതീക്ഷക്കൊന്നും ഒരു കുറവുമില്ല. പോളിംഗ് പെർസെൻറ്റേജ് കുറച്ച് കുറവുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ UDF-ന് വളരെ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. നമ്മൾക്ക് അനുഭവവേദ്യമായത് അങ്ങനെയാണ്. എന്തായാലും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. കണ്ണൂരിലുണ്ടാവും ഭൂരിപക്ഷം, കേരളത്തിലുണ്ടാവും. കഴിഞ്ഞ തവണത്തെ ഒരു ഭൂരിപക്ഷം പ്രാവശ്യവും കണ്ണൂരിലേക്ക് കിട്ടുമോ? ഏതാണ്ട് അതിന് ആ ലെവലിൽ കിട്ടും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഏതാണ്ട് അതേ ലെവലിൽ തന്നെ നമുക്ക് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാവും എന്നാണ് പ്രതീക്ഷ. കാരണം വെച്ചാൽ വൈകുന്നേരത്തെയൊക്കെ ഈ ജനങ്ങളുടെ തിരക്ക് നിങ്ങൾ കണ്ടില്ലേ? പുറത്തുള്ള കംപ്ലീറ്റ് മുസ്ലിം സഹോദരിമാരൊക്കെ അതിന് വരെ ഒത്തിരിക്കുകയല്ലേ അവിടെ. ഇത്രയേറെ ഇങ്ങനെ ഒരു വോട്ട് ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കണ്ടത്. ഞാൻ എത്രയോ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട്, എത്രയോ തവണ ഈ ഇലക്ഷൻ കണ്ടിട്ടുമുണ്ട്. പക്ഷെ ഇത്ര താല്പര്യമെടുത്ത് വന്ന വനിതകൾ, ഇത്രയേറെ താല്പര്യമെടുത്ത് വനിതകൾ വന്ന ഒരു തെരഞ്ഞെടുപ്പ് അപൂർവമാണ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും ഈ പ്രകാശ് ജാവ്ദേക്കറിന്റെ വിഷയത്തിൽ ഇപ്പോ മുഖ്യമന്ത്രി പൂർണ്ണമായും പി ജയരാജനെ തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെയാണ്. അതാണ് പിണറായി വിജയൻ. ഈ രാജ്യത്ത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം, ഒരു മുഖ്യമന്ത്രിയാണെന്ന് ഓർമ്മ വേണം. അദ്ദേഹവും ജാവേദ്കറും തമ്മിൽ എന്തിനാ കണ്ടുമുട്ടിയത്, എവിടെയാ കണ്ടുമുട്ടിയത്? അദ്ദേഹം പറയുന്നു പൊതുപരിപാടിയിലാണ്. ആരെങ്കിലും അറിഞ്ഞോ കേരളത്തിൽ അങ്ങനെ ഒരു പൊതുപരിപാടി പങ്കെടുത്തത്? ഇല്ല. അപ്പൊ ജാവേദ്കറെ കാണുകയും ചെയ്തു, കണ്ടുവെന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. അതൊരു കളവ്, കാരണം പറഞ്ഞ ഒരു കളവ് ഒരു പൊതുപരിപാടിയാണ്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പൊതുപരിപാടി കേരളത്തിലെ ജനങ്ങൾ അറിയില്ലേ? ജാവേദ്കറെ പോലുള്ള ഒരു BJP-യുടെ നേതാവും മുഖ്യമന്ത്രിയും ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങൾ അറിയില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? ഈ കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ? അവരാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് അറിഞ്ഞില്ല? അത്രയും രഹസ്യമായിട്ടാണ് അദ്ദേഹം നടത്തിയ പരിപാടിയെങ്കിൽ ആ പരിപാടിയുടെ അജണ്ട എന്താണ്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? അതുകൊണ്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ജാവേദ്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. അത് ഇന്നാൾ അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജയരാജൻ ജാവേദ്കറെ കണ്ടു എന്നുള്ളത് ഞാൻ സമ്മതിച്ചു. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ സമ്മതിച്ചിരിക്കുന്നു, ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി അത് പറയണം, സത്യം. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് സത്യം പറയണം. എന്നിട്ട് എന്തുകൊണ്ട് കണ്ടു എന്നുള്ളത് പറയണം. ഇതൊക്കെ ഒരു അന്തർധാരയാണ് രാഷ്ട്രീയത്തിൽ. സ്വന്തം മകളുടെയും കുടുംബത്തിൻ്റെയും താല്പര്യം സംരക്ഷിക്കാൻ BJP-യുടെ സഹായം അനിവാര്യമാണെന്ന അറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് എന്ത് നാണം കെട്ടും മുഖ്യമന്ത്രി ഈ പരിപാടിക്കൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ നിൽക്കൂല ഒരു മുഖ്യമന്ത്രി. അതെനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ജയരാജനെ സംബന്ധിച്ചല്ലോ, ഇനി അതിനെപ്പറ്റി തർക്കം വേണ്ടല്ലോ. അത് മുഖ്യമന്ത്രി പറഞ്ഞാണെങ്കിൽ അദ്ദേഹം പറയട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് എന്ന്. പക്ഷെ എന്തായാലും അദ്ദേഹത്തിന്റെ പേരിൽ അടുത്ത ദിവസം നടപടി ഉണ്ടാവുമെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം, അത് ജയരാജന്റെ പേരിൽ. അപ്പൊ കുറെ കൂടെ സത്യം പുറത്തു വരും. അതുവരെ വെയിറ്റ് ചെയ്യാം. ജാവ്ദേക്കർ താങ്കളെ കണ്ടിരുന്നോ? എന്നെ കണ്ടിട്ടൊന്നുമില്ല. എന്നെ ജാവേദ്കറും കണ്ടിട്ടില്ല, പിന്നെ വേറെ ആരും കണ്ടിട്ടില്ല. ഒരു BJP നേതാവും ഞാൻ കണ്ടിട്ടില്ല. ഇനി അതടിച്ചു മോട്ടണ്ട. അല്ല, ഈ ജാവ്ദേക്കർ തന്നെ പറയുന്നുണ്ട് കേരളത്തിലെ MP-മാരെയും കോൺഗ്രസ് നേതാക്കളെയും. അത് MP-മാരെന്ന് പറയാൻ MP-മാർക്ക് പേരില്ലേ? MP-മാർ എന്ന് പറഞ്ഞാൽ പേരില്ലേ എന്നാ ചോദിക്കുന്നത്? എല്ലാ MP-മാരൊന്നും കണ്ടിട്ടില്ല. ഞാനയാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാൾ കറുത്തിട്ടോ വെളുത്തിട്ടോ നിനക്കറിയില്ല. ഒരു BJP നേതാക്കളും ഇല്ലില്ല. BJP നേതാക്കളുമായിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. ഞാൻ ജാവേദ്കറുമായിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. BJP നേതാക്കൾ CKP-യിലൊക്കെ കണ്ടാൽ നമ്മൾ സംസാരിക്കാറുണ്ട്. സ്വാഭാവികം, പഴയ കാലത്തുള്ള ബന്ധം. എനിക്കതറിയില്ല. ഞാനും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് വെളിയിലേക്ക് പോയത് എന്നതിനെ കുറിച്ച്. ഞങ്ങൾ പാർട്ടിക്കകത്തൊരു അന്വേഷണം നടക്കുന്നുണ്ട്. അതിന്റെ റിപ്പോർട്ട് കിട്ടും. അല്ല, ആയിക്കോട്ടെ, അങ്ങനെ അതാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പരിശോധിക്കുന്നുണ്ട്. അദ്ദേഹമാണ് എങ്കിൽ അത് പാർട്ടി തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യും. ഈ പോളിംഗ് ശതമാനത്തിലൊരു 6% കുറവുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ടോ? 6% ഒന്നും ഒരു റിസൾട്ടിനെ ബാധിക്കാൻ സാധ്യത കുറവാണ്. ഉണ്ടാവാം, പക്ഷെ എന്നാൽ അപൂർവമാണ്. ഞങ്ങൾക്ക് അങ്ങനെ പേരാപൂരൊന്നും കുറഞ്ഞിട്ടൊന്നുമില്ല. ലീഗിന്റെ വോട്ട് അത് കുറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ലീഗിന്റെ വോട്ടൊക്കെ കൃത്യമായി വോട്ട് നമുക്ക് പോളിംഗ് വന്നിട്ടുണ്ട് ആ ഏറിയെന്ന്. സമസ്തയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് നഷ്ടം ആരും ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. നമ്മളെ വോട്ടിലും നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുകൊണ്ട് നമുക്ക് വോട്ട് കിട്ടിയ വോട്ട് നമ്മൾ കണക്ക് കൂട്ടി നമ്മൾ ഏതാണ്ട് കിട്ടിയിരിക്കുന്ന കണക്കനുസരിച്ച് നമുക്ക് റിസൾട്ടിന്റെ അകത്തും നമുക്ക് മോശം ഉണ്ടാവില്ല. ഓക്കെ. Scales Tackle Store,
വടക്കൻ മലബാറിലെ ഏറ്റവും വലിയ ചൂണ്ടക്കട പയ്യന്നൂരിന്റെ മണ്ണിൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള മികച്ച ഫിഷിംഗ് ബ്രാൻഡുകൾ ഇവിടെ ലഭ്യമാണ്. ഫിഷിംഗ് റോഡുകൾ, ഫിഷിംഗ് റീലുകൾ, ഫിഷിംഗ് ഷാഡ്, ഫിഷിംഗ് ലൈൻസ്, ഫിഷിംഗ് ലൂറുകൾ. ഇതിനു പുറമെ മറ്റെല്ലാവിധ ഫിഷിംഗ് ആക്സസറീസും മിതമായ നിരക്കിൽ ഇവിടെ ലഭ്യമാവുന്നു. സ്കെയിൽസ് ടാക്കൽ സ്റ്റോർ, പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് പിൻവശം, ബയോലാബിന് സമീപം.